ഹലോ. മേയർ ആര്യ ഒരു അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. വേൾഡ് ബുക്സ് ഓഫ് റെക്കോർഡ് എന്നാണ് ആ അവാർഡിന്റെ പേര്. ആ അവാർഡ് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന അവാർഡ് എന്നാണ് ഒരുപക്ഷം ആൾക്കാർ പറയുന്നത്. പക്ഷേ ആര്യ അതൊന്നും നിഷേധിച്ചിട്ടില്ല കേട്ടോ. അതായത് ഈ അവാർഡിന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ഫീ, പ്രോസസിംഗ് ഫീ എന്നിവയെല്ലാം ഒരു തുക ആദ്യമേ അടയ്ക്കേണ്ടതുണ്ട്. ആ തുകയെല്ലാം ആര്യയുടെ കയ്യിൽ നിന്ന് ചെലവാക്കിയതാണോ അതോ പൊതുമുതൽ യൂസ് ചെയ്തിട്ടാണോ എന്നുള്ളതൊന്നും ആര്യ പറഞ്ഞിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ അവാർഡ് ആര്യ കരസ്ഥമാക്കിയത് അങ്ങ് UK പോയിട്ടാണ്. UK പോകണമെങ്കിൽ അറിയാമല്ലോ, നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം, അതേപോലെ താമസ സൗകര്യം ഒരുക്കണം. ഇതെല്ലാം ആര്യയുടെ കയ്യിൽ നിന്ന് എടുത്തതാണോ അതോ പൊതുമുതൽ യൂസ് ചെയ്തിട്ടാണോ എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമേ തന്നെ വേൾഡ് ബുക്സ് ഓഫ് റെക്കോർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. വേൾഡ് ബുക്സ് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ലണ്ടനിലെ ഒരു പ്രൈവറ്റ് സംഘടനയാണ്. ഈ ഒരു സംഘടന ആർക്കും അങ്ങോട്ട് തേടി പിടിച്ച് അവാർഡ് കൊടുക്കാറൊന്നുമില്ല. ആർക്കാണോ ഈ അവാർഡ് വേണ്ടത് അവര് അപേക്ഷിച്ചാൽ മാത്രമേ ഈ അവാർഡ് അവർക്ക് ലഭിക്കുകയുള്ളൂ. അതായത് കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ്, പ്രോസസിംഗ് ഫീ ഒക്കെ കൊടുത്ത് നമ്മൾ ഒരു ആപ്ലിക്കന്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ അവാർഡ് കിട്ടുകയുള്ളൂ. പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സാധാ അവാർഡാണിത്. അല്ലാതെ ഗിന്നസ് ബുക്സ് ഓഫ് വേൾഡ് റെക്കോർഡിന് അർഹനായ ഒരു വ്യക്തിക്ക് കിട്ടുന്ന പരിഗണന അല്ലെങ്കിൽ കൊടുക്കുന്ന പരിഗണനയൊന്നും ഈ വേൾഡ് ബുക്സ് ഓഫ് റെക്കോർഡ് കിട്ടിയ വ്യക്തിക്ക് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം പേരിന് ഒരു ഇംപ്രഷൻ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധാ ഒരു അവാർഡ് തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് വാല്യൂ ഇല്ല. വെറുതെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയെന്ന് മാത്രം പറയാൻ വേണ്ടി ഒരു അവാർഡ് നിങ്ങൾക്ക് കരസ്ഥമാക്കാം. അത് മാത്രമേ ഇതിന്റെ ലക്ഷ്യമുള്ളൂ. ഇനി നമുക്ക് ഈ അവാർഡിന് എങ്ങനെ അപേക്ഷിക്കാം, എത്രയാണ് ഇതിന്റെ ചെലവ് എന്നും കൂടി നമുക്ക് നോക്കാം. വേൾഡ് ബുക്സ് ഓഫ് റെക്കോർഡ് അവാർഡിന് അപ്ലൈ ചെയ്യുന്നവരിൽ നിന്നും സാധാരണയായിട്ട് രജിസ്ട്രേഷൻ ചാർജസും പ്രോസസിംഗ് ഫീ ആണ് ഈടാക്കാറുള്ളത്. 50,000 രൂപ മുതൽ 1,50,000 രൂപ വരെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാറ്റഗറി അനുസരിച്ച് ചിലപ്പോൾ കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇനി ഈ ഒരു തുകയിൽ എന്തൊക്കെ ആഡ് ചെയ്തിട്ടെന്ന് നമുക്ക് നോക്കാം. അതായത് സർട്ടിഫിക്കറ്റ്, മെഡൽ, മെമന്റോ, വെബ്സൈറ്റ് ലിസ്റ്റിംഗ്, അതേപോലെ സോഷ്യൽ മീഡിയ പബ്ലിസിറ്റി എന്നിവയെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ആദ്യം സംസാരിച്ചത് രജിസ്ട്രേഷൻ ഫീസ് ആണ് അല്ലേ? ഈ രജിസ്ട്രേഷൻ ഫീസ് ആര്യ എങ്ങനെയാണ് അടച്ചത്? അതായത് അവാർഡിന് അപേക്ഷിക്കാനായിട്ട് 50,000 രൂപയോ അല്ലെങ്കിൽ 1,50,000 രൂപയോ അല്ലെങ്കിൽ ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു സംഖ്യയോ ആര്യ എങ്ങനെയാണ് അടച്ചത്? ആരെയും വ്യക്തമാക്കിയിട്ടില്ല, പെങ്ങളൂട്ടിയും വ്യക്തമാക്കിയിട്ടില്ല, പെങ്ങളൂട്ടിയുടെ ആങ്ങളമാരും വ്യക്തമാക്കിയിട്ടില്ല. അതായത് ആര്യ സ്വന്തം അക്കൗണ്ടിൽ നിന്നാണോ പേ ചെയ്തിരിക്കുന്നത് അതോ പൊതുജനത്തിന്റെ മുതലിൽ നിന്നാണോ അടച്ചിരിക്കുന്നത്? ഇതാണ് നമ്മുടെ ചോദ്യം. അവാർഡ് പൊതുവെ നൽകുന്നത് ദുബായ്, ലണ്ടൻ, ഡൽഹി, മുംബൈ എന്നീ സ്ഥലങ്ങളിലാണ്. അതായത് ഈ സ്ഥലങ്ങളിൽ പങ്കെടുക്കണമെങ്കിൽ, അതായത് ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ ഈവന്റ് പാർട്ടിസിപ്പേഷൻ ചാർജ് കൂടി നൽകേണ്ടി വരും. ഇനി VIP സ്റ്റേജ് ആണെങ്കിലോ എക്സ്ട്രാ പാക്കേജ് കൂടി നൽകേണ്ടി വരും. അപ്പോഴും നമ്മുടെ ചോദ്യം ആവർത്തിക്കുകയാണ്, ഈ ഈവന്റ് പാർട്ടിസിപ്പേഷൻ ചാർജും പോട്ടെ, ഈ VIP സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പാക്കേജ് ചാർജും ആര്യ എങ്ങനെയാണ് അടയ്ക്കുന്നത് അല്ലെങ്കിൽ ആര്യ എങ്ങനെയാണ് അടച്ചത്? വ്യക്തമാക്കിയിട്ടുണ്ടോ? അതും ആര്യയുടെ കയ്യിൽ നിന്ന് അടച്ചതാണോ അതോ പെങ്ങളൂട്ടിക്ക് വേണ്ടിയിട്ട് പൊതുജനത്തിന് മുതലിൽ നിന്നും അങ്ങ് എടുത്ത് അടച്ചതാണോ? ആങ്ങളമാരും മിണ്ടിയിട്ടില്ല, പെങ്ങളൂട്ടിയും മിണ്ടിയിട്ടില്ല. അപ്പോൾ നോം എന്താണ് വിചാരിക്കുക? ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട് ആരെയും അവരുടെ ടീമും പോകേണ്ടി വരുമല്ലോ. അങ്ങ് UK UK, ദുബായിലാണെങ്കിൽ ദുബായ്, എവിടെയാണോ നടക്കുന്നത് അവിടെ. അങ്ങനെ പോകേണ്ടി വരികയാണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് വേണ്ടേ? ആ ടിക്കറ്റ് എവിടെ നിന്ന് എടുക്കും? അതേപോലെ ഹോട്ടൽ അക്കോമഡേഷൻ, പിന്നെ ഫുഡ്, ട്രാൻസ്പോർട്ട്, മിസ്ലേനിയസ് എക്സ്പെൻസ് എല്ലാം കൂടി 1.5 അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വരെ ചെലവായി എന്ന് വിചാരിക്കുക. ഈ 2 ലക്ഷം രൂപ ആര് ചെലവാക്കി? ആരുടെ അടുത്തും ചെലവാക്കി? പെങ്ങളൂട്ടി ചെലവാക്കി എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആങ്ങളമാരാണെങ്കിൽ ഒന്നുമേ മിണ്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത്? ഖജനാവിൽ പണമില്ലാതെ പറയുകയും ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹനം നൽകുകയും ചെയ്യും. എനിക്കിത് തോന്നുന്നത് ആര്യ എന്ന വ്യക്തിയെ കുറച്ച് ആൾക്കാർ കൂടുതൽ അറിയുക എന്നത് മാത്രമാണ് ഈ ഒരു അവാർഡിന്റെ പ്രസക്തി. അല്ലാതെ ഇതൊരു ഗിന്നസ് റെക്കോർഡാണോ? ഈ അവാർഡിന് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടോ? അംഗീകാരമുണ്ടോ? അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു അവാർഡാണ് ഇതെന്നുള്ള. ഇത്രയും മാത്രം പൈസ കൊടുത്ത് ഈ അവാർഡ് വാങ്ങിക്കാൻ പോകാനായിട്ട് ആര്യ ആരാണ്? എന്താണ് ഇതിൽ കാര്യം? എന്ത് ബെനിഫിറ്റ് ആണ് ഇതിലൂടെ ഉള്ളത്? പൈസ കൊടുത്ത് ഇങ്ങോട്ട് കിട്ടുന്ന അംഗീകാരം വാങ്ങേണ്ട ആവശ്യം എന്താണ് ആര്യക്കുള്ളത്? എനിക്ക് ചോദിക്കാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഖജനാവ് കാര്യമാണ്, പക്ഷെ ഇതുപോലെയുള്ള ദൂർത്തടിച്ച് നടക്കാനുള്ള കാര്യത്തിൽ പൈസയുണ്ട്. അതെന്ത് നിലപാടാണ്? ആരാണ്? പെങ്ങളൂട്ടി ആവുകൊണ്ട് ആങ്ങളമാർ ഇതിൽ പ്രതികരിക്കില്ലല്ലോ അല്ലെ? ഇനി നമുക്ക് അടുത്തത് ഈ ഒരു അവാർഡും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എമൗണ്ടും കാര്യങ്ങളും കൂടി നമുക്ക് ചർച്ച ചെയ്യാം.
അവാർഡ് ഫീ നമ്മൾ ഓൾറെഡി പറഞ്ഞു, 50,000 മുതൽ അല്ലെങ്കിൽ 1,50,000 രൂപ വരെ. ഈവന്റ് പാർട്ടിസിപ്പേഷൻ ചാർജസ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും 1,00,000 1,50,000 ഈ ഒരിടയ്ക്ക് തന്നെയുള്ളതാണ്. എക്സ്ട്രാ ചാർജസ് ആണെങ്കിൽ അതും ആഡ് ആണ്. അതേപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഫുഡ്, അക്കോമഡേഷൻ തുടങ്ങിയവയെല്ലാം ഒരു 2 ലക്ഷം അപ്രോക്സിമേറ്റ് ഉണ്ടാവും എന്ന് വെക്കുക. എന്നാലും ഒരു 4 ലക്ഷം അടുത്ത് വരികയില്ലേ? ഈ 4 ലക്ഷം രൂപ കൊടുത്ത് പിന്നെ ആര്യയുടെ കൂടെയുള്ള ടീമും അതും കൂടി വെച്ച് നോക്കിയാൽ അപ്പോൾ നമുക്ക് എമൗണ്ട് കൂടും. ഇത്രയൊക്കെ കൊടുത്തിട്ട് അത് ആര്യയുടെ കയ്യിൽ നിന്നാണോ അതോ പൊതുജനത്തിന്റെ മുതലിൽ നിന്നാണോ എന്ന് പോലും പറയാൻ ഇവിടെയുള്ളവർക്ക് സാധിക്കുന്നില്ല. ആര്യ അത്ര സത്യസന്ധതയുള്ളവളാണ് എന്നുണ്ടെങ്കിൽ ആര്യ വെളിപ്പെടുത്തണമായിരുന്നു. പ്രത്യേകിച്ച് ഇത്രയും വിമർശനം ഉയർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്റെ സ്വന്തം കയ്യിലെ പൈസ കൊണ്ടാണ് പോയതെന്ന് ആ കുട്ടിക്ക് പറയണമെങ്കിൽ പറയാം. പക്ഷെ അവൾ അങ്ങനെയാണ് പോയതെങ്കിൽ മാത്രം അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. അത് വെളിപ്പെടുത്താത്ത അത്രയും കാലം വിമർശനങ്ങൾ വിമർശനമായിട്ട് തന്നെയിരിക്കും. വീഡിയോ കണ്ടല്ലോ അല്ലെ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആര്യയുടെ ഈ അവാർഡ് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണെന്നുള്ള കാര്യത്തിൽ ഇനി സംശയമൊന്നുമില്ലല്ലോ. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിനോട് എതിർക്കുന്നവരുണ്ടാവും, അനുകൂലിക്കുന്നവരുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.